കൊറോണ കമ്മ്യൂണിറ്റി. ഓക്കെ വൃന്ദ, താങ്ക് യു. അതാണ് ഇതിന്റെ ക്ലാസ്സിന്റെ പ്രത്യേകത. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളെ കണ്ട സന്തോഷത്തിൽ ഞാനത് വിട്ടുപോയതാണ്. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വീണ്ടും വരാം. അപ്പൊ നമുക്കറിയാവുന്ന പോലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 12 ടെൻസ് ഉണ്ട്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അത് വെച്ചിട്ട് നമുക്കൊരു 12 ടെൻസിന്റെ ഫോം നമ്മൾ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ പ്രസന്റ് മുതൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെ 12 ആണ്. ഇതില് ഓരോന്നും നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ പോകുന്നില്ല. ഓക്കെ. അപ്പൊ നമുക്ക് സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറയാം. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റേഴ്സും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ പ്രസന്റ് ആണെന്ന് നമുക്കറിയാം. സബ്ജക്റ്റ് ഉപയോഗിക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ ആ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ and that shows only the habitual action. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി, സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസന്റൻസ് ഉപയോഗിക്കുന്നത്. ഇത് ഹാബിറ്റ്. ഫോർ എക്സാമ്പിൾ കൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഐ സബ്ജക്റ്റ് ആണ്, ഗെറ്റ് അപ്പ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ആണ്. ഐ ഗെറ്റ് അപ്പ് 6 o'clock in the morning. 6 മണിക്ക് എഴുന്നേൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്ഥിര സ്വഭാവമാണ്. ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റൻസ്. ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് കോഫി ഇൻ ദ മോർണിംഗ്. രാവിലെ ഞാനൊരു കപ്പ് കാപ്പി കുടിക്കുന്നു. ഐ സബ്ജക്റ്റ്, ഡ്രിങ്ക് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. അപ്പൊ അതെന്ത് സ്വഭാവമാണ്, ക്യാരക്ടറാണ്. നേരെ മറിച്ച് ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വഭാവമൊന്നുമല്ല, ഇന്ന് കിട്ടിയപ്പോ കുടിച്ചു, അത്രേ ഉള്ളൂ. കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കിട്ടിയത് കൊണ്ട് കുടിച്ചു. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ദാറ്റ് ഷോസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അത് കാണിക്കുന്നത് ഒരു സ്ഥിരമായിട്ടുള്ള സ്വഭാവങ്ങൾ. നിങ്ങൾക്കുണ്ടാവൂലേ സ്ഥിരമായിട്ട് കുറെ സ്വഭാവങ്ങൾ? എന്തെങ്കിലും കുറെ സ്വഭാവങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാവില്ലേ? ഓക്കെ. വൃന്ദയുടെ സ്ഥിരമായിട്ടുള്ള സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദയിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദറ്റ് കുറച്ച് സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറെ സ്വഭാവങ്ങൾ കാണാൻ. ഐ ഗോ ടു ടെമ്പിൾ എവരി ഡേ. ശുഷ പറയുന്നു ഞാൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നുണ്ട്. അല്ല, അത് സിമ്പിൾ ഹാബിച്വൽ ആക്ഷൻ ആണ്. ഐ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്, ഗോ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. ഐ ഗോ ടു ടെമ്പിൾ എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാറുണ്ട്. ഓക്കെ. വൃന്ദ. യെസ്. ഇനി മുഫീദ ബേബി. ഐ വോക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. വൃന്ദ പറയുന്ന വൃന്ദയുടെ സ്വഭാവം എന്താണ്? ഞാൻ രാവിലെ എഴുന്നേൽക്കാറുണ്ട്. വേക്കപ്പ് അല്ല, വോക്കപ്പ് എന്നുള്ള പാസ്റ്റൻസ് ആണ്. അതിന്റെ പ്രസന്റൻസ് ചെയ്ത് വേക്കപ്പ്. ഓക്കെ. ഐ വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. അത് രാവിലെ എഴുന്നേൽക്കാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഐ വേക്കപ്പ്. ഓക്കെ വൃന്ദ. പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. ജീവിതത്തിൽ വിജയിച്ച ആളുകളൊക്കെ വളരെ നേരത്തെ എഴുന്നേൽക്കുന്ന ആളുകളാണ്. വളരെയധികം സമയലാഭമുള്ള സംഗതിയാണെന്ന് പറയുന്നത്. ഈ പറഞ്ഞ രാവിലെ എഴുന്നേൽക്കാണ്ട് പറ്റുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ 2 ടൈപ്പ് ബ്രെയിൻ ഉള്ള ഒരാൾ, 2 മോഡൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അതിലിപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിച്ച് വന്നതല്ല, അതുകൊണ്ട് പറയുന്നത് അതിൽ ഏതോ ഒരെണ്ണത്തിനും മാത്രം രാവിലെ എഴുന്നേൽക്കാൻ പറ്റും. അവർക്ക് രാത്രി എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം. അത് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഞാനതിപ്പോ പറയാൻ ഉദ്ദേശിച്ച് വന്നതല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ ഓർമ്മ ചെയ്തെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പൊ 2 മോഡൽ ഉണ്ട്. ആ ഒരു നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആ സിസ്റ്റം. അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കാൻ പറ്റില്ല, രാത്രി എത്ര സമയം വേണമെങ്കിലും ഇരിക്കും. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. എനിക്ക് രാവിലെ എഴുന്നേൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ രാത്രി എത്ര സമയം ഉറപ്പുവെച്ചിരിക്കണം, ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. യെസ്. അപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും അങ്ങനെയാണ്. രാത്രിയിലാണ് പഠിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് വൈകി എഴുന്നേൽക്കും, പക്ഷെ രാത്രിയിൽ പഠിക്കും. പക്ഷെ രാവിലെ എഴുന്നേൽക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് പൊതുവെ പറയുന്നത്. കാരണം രാവിലെ എഴുന്നേറ്റ് നമ്മൾ പഠിച്ചു കഴിയുമ്പോഴുള്ള പ്രത്യേകത അത്രയും നേരം നമ്മുടെ ബ്രെയിനൊരു റെസ്റ്റാണ്. നമ്മൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യം എപ്പോഴും ഉണ്ടല്ല. നിങ്ങളൊന്ന് ഉറങ്ങിയിട്ട് ചെയ്യാം, ഒന്ന് 10 മിനിറ്റ് കിട്ടുന്ന ഉറങ്ങുക, എന്നിട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ നോക്കാൻ ഒരു ഫ്രഷ്നെസ് അങ്ങനെ കയറി വരും. അത്രയും സമയം നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് റെസ്റ്റ് ചെയ്തു റിലാക്സ് ചെയ്തു പിന്നെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ കറക്റ്റ്. അപ്പൊ ആ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ
രാവിലെ വൈകുന്നേരം വരെ പല കാര്യങ്ങൾ ചെയ്ത് അതിന്റെ ചിന്തകളും ബോധമനസ്സിലും അപബോധ മനസ്സിലും കിടക്കുകയാണ്. പിന്നെ നമ്മളുടെ മനസ്സിലേക്ക് പുതിയൊരു കാര്യം കയറുന്നത്. അതുകൊണ്ടാണ് കഴിയുന്നത് രാവിലെ എന്ന് പറയാൻ, ഒരു ഉറക്കത്തിന് ശേഷം എന്ന് പറയാനുള്ള കാര്യം. ഓക്കെ, അപ്പോ വൃന്ദ പറയുന്നത് വൃന്ദ രാവിലെ 6 മണിക്ക് അത് രാവിലെ എഴുന്നേൽക്കുന്നു, അത് വൃന്ദയുടെ ക്യാരക്ടർ. ഇനി ഓരോരുത്തര് പറഞ്ഞാലും മതി. ഐ വാച്ച് TV at night. രാധിക പറയുന്നു ഞാൻ എല്ലാ ദിവസവും TV കാണാറുണ്ട്. ഐ പ്രിപ്പയർ എന്നുള്ള പ്രിപ്പയർ നോക്കുക സുനൈന. ഐ പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെ എല്ലാ ദിവസവും എന്ത് ചെയ്യാറുണ്ട്? ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാറുണ്ട്. യെസ്. ഐ ഡു എക്സസൈസ് ഇൻ ദ മോർണിംഗ്. കണ്ട, നമുക്ക് പറയാലോ, നമുക്ക് രാവിലെ തന്നെ ഞാൻ എന്ത് എക്സസൈസ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ഐ ഡു എക്സസൈസ്. ഡു ഞാൻ പ്രസന്റ് ടെൻസ് കൊണ്ട് പറഞ്ഞു. ഐ ഡു എക്സസൈസ് ഇൻ ദ മോർണിംഗ്. ഓക്കെ, ഇനി വേറെന്താണ് പറയുന്നത്? ഐശ്വര്യ, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ്. ഐ സ്റ്റഡി എന്ന് മതി കേട്ടോ. ഐ സ്റ്റഡി എവരി ഡേ. സ്റ്റഡി എന്നുള്ളത് കണ്ടിന്യൂസ് വരുമ്പോഴാണ്. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റൻസ്. ഐ സ്റ്റഡി എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും പഠിക്കാറുണ്ട്. ഐ ടീച്ച് എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും പഠിപ്പിക്കാറുണ്ട്. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റൻസ്. ഓക്കെ ഐശ്വര്യ, കറക്റ്റ്. ഐ സ്റ്റഡി. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റൻസ്, വേറെ ഒന്നും വേണ്ട. അത് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് സിമ്പിൾ പ്രസന്റ്. സാധ്യത സെന്റൻസ് കറക്റ്റ് ആണ്. ഐ ആം ക്ലീനിങ് മൈ ഹൗസ് എവരി ഡേ എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് കണ്ടിന്യൂസിലോട്ട് വന്നു. ഓക്കെ, സെന്റൻസ് കറക്റ്റ് ആണ്. നമ്മളിവിടെ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, സെന്റൻസ് കറക്റ്റ് ആണ്. പിന്നെ ഒരാൾ എഴുതി ഐ ഡ്രിങ്ക് കോഫി. ഓക്കെ, ഐ അറ്റൻഡ് ചർച്ച് എവറി സൺഡേ. ഡയാന പറയുന്നത് ഞാൻ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകാറുണ്ട്. ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും എന്ത് ചെയ്യാറുണ്ട്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് മുടക്കരുത്. കാരണം എന്താണ്? വളരെ ദീർഘനേരത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ്. ബാക്കിയുള്ള ഭക്ഷണങ്ങൾ തമ്മിൽ അത്രയും ഗ്യാപ്പില്ല. രാവിലെ കഴിച്ചു, ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ ഉച്ചക്കലത്തെ കഴിച്ചു, വീണ്ടും അവിടെ നിന്ന് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ വൈകുന്നേരത്തെ കഴിച്ചു, വീണ്ടും ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ രാത്രിത്തെ കഴിച്ചു. ഇപ്പൊ രാത്രി നമ്മളൊരു 9 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ 10, 11, 12, 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, മാറ്റം കറക്റ്റ് ആണ്. ഐ ഡ്രിങ്ക് ടീ എവരി ഡേ. 11 മണിക്കൂറിന് ശേഷമാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭക്ഷണം കഴിക്കുന്നത്. അത്രയും ഗ്യാപ്പ് വേറെ ഒന്നുമില്ല. വീണ്ടും രാവിലെ ഭക്ഷണം കഴിക്കാണ്ടിരുന്ന് നിങ്ങൾ ഒന്നും കൂടി ഗ്യാപ്പ് വർദ്ധിപ്പിക്കരുത്. അപ്പൊ രാവിലെ ഭക്ഷണം കഴിക്കും. അപ്പൊ 11 മണിക്കൂറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫാസ്റ്റ് ചെയ്യണം. ഫാസ്റ്റ് ഉപവസിക്കുകയാണ്. വി ആർ ഫാസ്റ്റിംഗ്. ആ ഫാസ്റ്റ് രാവിലെ ഭക്ഷണം കഴിച്ച് ബ്രേക്ക് ചെയ്യണം. അതുകൊണ്ടാണ് പ്രഭാത ഭക്ഷണം ബ്രേക്കിംഗ് ദ ഫാസ്റ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പറയുന്നത്. ബ്രേക്കിംഗ് ദ ഫാസ്റ്റ്. അപ്പോൾ രാവിലത്തെ ഭക്ഷണം നേരത്തെ ഒരാൾ പറഞ്ഞു ഞാൻ മുടക്കാറില്ല. വെരി ഗുഡ്. മാറ്റം പറഞ്ഞു ഐ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്. രാവിലെ ഞാൻ ചായ കുടിക്കാറുണ്ട്. ഓക്കെ, ഇനി ഓക്കെ 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 അപ്പൊ അത് കറക്റ്റ് ആണ്. നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. ഐ ഗോ ടു മൂവി വൺസ് എ മന്ത്. ഓക്കെ ഡയാന, ഐ ഗോ ടു മൂവി വൺസ് എ മന്ത്. മാസത്തിൽ ഒരു ദിവസം ഞാൻ സിനിമയ്ക്ക് പോകാറുണ്ട്. യെസ്, ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എന്റർടൈൻ എപ്പോഴും എല്ലാ ദിവസവും പഠിക്കുക. രാധിക സംഗതി കറക്റ്റ് ആണ്. ഐ എൻ ജി അങ്ങനെ കളഞ്ഞാൽ മതി. ഐ വാക്ക് എവരി ഡേ ഈവനിങ്. ഐ എൻ ജി ഒഴിവാക്കുക. ഐ എൻ ജി വേണം. ഐ വാക്ക് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഐ എൻ ജി ഉള്ളത് പിന്നെ നമുക്ക് പറയാം. ഓക്കെ, ഹരികൃഷ്ണൻ പറയുന്ന ട്രെയിൻ അറൈവ്സ് അറ്റ് 5 o'clock. കറക്റ്റ്. ആ ട്രെയിൻ കൃത്യം 5 മണിക്ക് വരും. അത് മുടങ്ങാറില്ല. ഹരികൃഷ്ണൻ അതിനകത്ത് അറൈവ്സ് എന്ന് എഴുതിയതിന് പ്രത്യേകം അഭിനന്ദനം. കാരണം കറക്റ്റ് ആണ്. സാധാരണ എല്ലാവരും അറൈവ് എന്ന് എഴുതുള്ളൂ. യൂറോട്ട് അറൈവ്സ്. വെരി ഗുഡ്. ഓക്കെ, ട്രെയിൻ അറൈവ്സ് അറ്റ് 5 o'clock. കൃത്യമായിട്ട് ആ ട്രെയിൻ 5 മണിക്ക് തന്നെ എത്താറാണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അപ്പൊ അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് വിചാരിക്കും. ചെയ്യാത്തൊരു പ്രവൃത്തി അതിന് സൂചിപ്പിക്കാൻ ഇതിന്റെ തന്നെ നെഗറ്റീവ് പറഞ്ഞാൽ മതി. സിമ്പിൾ പ്രസന്റിന്റെ നെഗറ്റീവ്. സിമ്പിൾ പ്രസന്റിന്റെ നെഗറ്റീവ് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഡു നോട്ട് ചേർക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഡസ് നോട്ട് ചെയ്യുക. ഐദർ ഡു നോട്ട് ഓർ ഡസ് നോട്ട്. ഒന്നുകിൽ ഡു നോട്ട് ചേർക്കുക അല്ലെങ്കിൽ ഡസ് നോട്ട് ചേർക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock ഇൻ ദ മോർണിംഗ്.
ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേക്കാറുണ്ട്. ഐ ഡു നോട്ട് ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേക്കാറില്ല. ഐ ഡു നോട്ട് ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning എന്ന് പറയുമ്പോൾ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്ന എന്റെ സ്വഭാവമില്ല. ഞാൻ 7 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. ഐ ഡു നോട്ട് യൂസ് ഹോട്ട് വാട്ടർ. ഞാൻ ചൂടുവെള്ളം ഉപയോഗിക്കാറില്ല ഫോർ ബാത്ത്, കുളിക്കുന്നതിന് വേണ്ടിയിട്ട്. അതെന്റെ സ്വഭാവമല്ല. ഐ യൂസ് കോൾഡ് വാട്ടർ. യെസ്. അപ്പോ എന്തെങ്കിലും ഒരു സംഗതി സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ സുഷ പറയുന്നു ഐ ഡു നോട്ട് ലൈക്ക് മട്ടൺ. സാദിന പറയുന്നു ഐ ഡോണ്ട് ലൈക്ക് കോഫി. ഐ ഡോണ്ട് മീൻസ് ഡു നോട്ട് തന്നെയാണ്. ഓക്കെ, ഐ ഡു നോട്ട് ലൈക്ക് കോഫി. എനിക്ക് ചായ കാപ്പി വേണ്ട. യെസ്. ഇൻ ദ മോർണിംഗ് ഐ ഡോണ്ട് ലൈക്ക് ടീ. രാധിക പറയുന്നു പകരം ചിലപ്പോ ഐ ഡ്രിങ്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഇൻ ദ മോർണിംഗ്. രാവിലെ എന്ത് ചെയ്യുന്നു? ഒരു ഗ്ലാസ് വെള്ളമാണ് കുടിക്കുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇല്ലാത്ത ഡു നോട്ട് വെച്ച് ഐ ഡു നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് എവരി ഡേ. അത് പറ്റില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് സംസാരിക്കും. യെസ്, ഐ ഡു നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇല്ലാതിരുന്ന എന്തെങ്കിലും ഒരു ക്യാരക്ടർ പറഞ്ഞ് അത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാത്ത ഒരു കാര്യം ഡു നോട്ട് വെച്ചിട്ട് പറഞ്ഞ് ഐ എന്ന് പറയുമ്പോഴാണ് ഡു നോട്ട് വരാം. നേരെ മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മദറിനെ കുറിച്ച് അറിയാം. മൈ മദർ ഡസ് നോട്ട് ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock. എന്റെ അമ്മ 6 മണിക്ക് കേൾക്കാറില്ല. അപ്പൊ ഡസ് നോട്ട് വരും. കാരണം അവിടെ മദർ ഒരാളെ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു ഐദർ ഡു നോട്ട് ഓർ ഡസ് നോട്ട്. ഒന്നില്ലെങ്കിൽ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട്. അപ്പൊ നിങ്ങൾ ഡു നോട്ട് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാത്ത, നിങ്ങളുടെ പതിവല്ലാത്ത ഒരു കാര്യം പറഞ്ഞു. നമുക്ക് പറയാം ഐ ഡു നോട്ട് ടേക്ക് ബാത്ത് ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെ കുളിക്കാറില്ല. ഐ ടേക്ക് ബാത്ത് ഇൻ ദ ഈവനിങ്. ഞാൻ വൈകുന്നേരം കൊണ്ട് കുളിക്കാറ്. മൈ ഫാദർ ഡസ് നോട്ട് ഗോ ടു ടെമ്പിൾ എവരി ഡേ. ഐശ്വര്യ പറയുന്നു എന്റെ അച്ഛൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാറില്ല. വെരി ഗുഡ് സെന്റൻസ്, കറക്റ്റ് ആണ്. പവർ സപ്ലൈ പോയതാണ്ടോ? യെസ്. ഓക്കെ 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 ഓക്കെ, പറഞ്ഞോളൂ. ഡു നോട്ടോ ഡസ് നോട്ടോ വെച്ചിട്ട് ഒരു സെന്റൻസ് എന്ന് പറഞ്ഞു. ഐ ഡു നോട്ട് വർക്ക് എവറി ഡേ. മാറ്റം പറയുന്നു ഞാൻ എല്ലാ ദിവസവും എന്ത് ചെയ്യാറില്ല? ജോലി ചെയ്യാറില്ല. ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ചെയ്യും. ഓക്കെ, ഐ ഡു നോട്ട് വർക്ക് എവറി ഡേ, കറക്റ്റ് ആണ്. യെസ്. ഇനി ടെക്നിക്കൽ ഇഷ്യൂ ആണ്, നോ പ്രോബ്ലം. യെസ്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നത്? മുഹൈസിന് പറയുന്നു ഐ ഡു നോട്ട് റീഡ് എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും എന്ത് ചെയ്യാറില്ല? പുസ്തകം വായിക്കാറില്ല. ഐ ഡു നോട്ട് റീഡ് എവരി ഡേ. ഐ ഡു നോട്ട് ഡ്രിങ്ക് ടീ ഓർ കോഫി ഇൻ ദ മോർണിംഗ്. ഐശ്വര്യ പറയുന്നു ഐ ഡു നോട്ട് ഡ്രിങ്ക്. സാധിക പറയുന്നു ഐ ഡു നോട്ട് ലൈക്ക് ടു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. അവിടെ ടു കൂടി ചേർക്കണേ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ. ഐ ഡു നോട്ട് ലൈക്ക്, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. രാവിലെ എഴുന്നേക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, യെസ്, അത് കറക്റ്റ് ആണ്. നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. കൃത്യമായിട്ടുള്ള ആൻസർ ആണ് നിങ്ങൾ പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കുന്നു? അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എന്താണ്? ഹാബിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ഥിര സ്വഭാവത്തെ കാണിക്കുന്നതാണ്. അത് സ്ഥിര സ്വഭാവമല്ല എന്നുണ്ടെങ്കിൽ നോട്ട് കുറിച്ചുണ്ട്. ഐ ഡു നോട്ട് പ്ലേ എവരി ഡേ. ഓക്കെ, ഞാൻ എല്ലാ ദിവസവും കളിക്കാറില്ല. ഐ ഡു നോട്ട് പ്ലേ എവരി ഡേ. യെസ്. ഓക്കെ, ഇനി അത് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യമായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കും. ചോദ്യമായിട്ട് ചോദിക്കണം. അപ്പൊ ചോദിക്കണമെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ചോദ്യമായി. ഡു യു ഡ്രിങ്ക് കോഫി ഇൻ ദ മോർണിംഗ്? നിങ്ങൾ രാവിലെ ചായ കുടിക്കാറുണ്ടോ? അല്ല, കാപ്പി കുടിക്കാറുണ്ടോ? ഡു യു റീഡ് ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ്? രാവിലെ നിങ്ങൾ പത്രം വായിക്കാറുണ്ടോ? ഡു യു വാച്ച് ടി വി? അപ്പൊ ഡു അല്ലെങ്കിൽ ഡസ് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു? അതൊരു ചോദ്യമായിട്ട് മാറും. ക്വസ്റ്റ്യൻ. ഡസ് വെച്ചും പറയാം. ഡസ്
ഹി വർക്ക് പ്രോപ്പർലി, അവൻ നന്നായി ജോലി ചെയ്യാറുണ്ടോ? ഡസ് ഹി യൂസ് മൊബൈൽ, അവൻ മൊബൈൽ ഉപയോഗിക്കാറുണ്ടോ? അപ്പൊ ഡു അല്ലെങ്കിൽ ഡസ് ആദ്യം പറഞ്ഞു കഴിഞ്ഞാല് അത് എന്തായിട്ട് മാറുന്നു? ദാറ്റ് ടേൺസ് ഇൻടു എ ക്വസ്റ്റ്യൻ. അതൊരു ചോദ്യമായിട്ട് മാറുകയാണ്, ഒരു ചോദ്യമായിട്ട് മാറും. ഓക്കെ, വെരി സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ അല്ലേ? അപ്പൊ നിങ്ങൾ അത് ഒന്ന് ഓക്കെ ചോദിക്കാം. സുസൈനെ ചോദിക്കുന്നു, ഡു യു ലൈക്ക് മൂവീസ്? നിങ്ങൾക്ക് സിനിമ ഇഷ്ടമാണോ? ഡു യു വാക്ക് ഇൻ ദി മോർണിംഗ്, രാവിലെ നടക്കാറുണ്ടോ? മുഷീനെ ചോദിക്കുന്നു, ഡസ് ദ ഗേൾ ഡാൻസ്? എന്റെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്ക്. അവൾ നൃത്തം ചെയ്യാറുണ്ട്. ഡസ് ദ ഗേൾസ് ഡാൻസ്? ഓക്കെ, പെൺകുട്ടികൾ നൃത്തം ചെയ്യാറുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ കറക്റ്റ് ആണ്, കൃത്യമാണ്. അപ്പൊ സിമ്പിൾ പ്രസന്റിനെ കുറിച്ചാണ് ഞാനിപ്പോ നിങ്ങളോട് സൂചിപ്പിച്ചത്. ഡസ് ഷീ റീഡ് എ ബുക്ക് എവറി ഈവനിങ്? ശുഷ ചോദിക്കുന്നു, എല്ലാ ദിവസവും അവൾ ഒരു പുസ്തകമെങ്കിലും വായിക്കാറുണ്ടോ? ഡസ് ഷീ റീഡ്? അത് എന്താ പറയുക, ഇപ്പൊ വായിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ പറയുന്നത് പഠിക്കുന്ന പുസ്തകം അല്ലാതെ വേറൊരു പുസ്തകം നമ്മൾ വായിച്ചിട്ട് എത്ര നാളായി? പഠിക്കുന്ന പുസ്തകമല്ലാതെ ഒരു കഥയോ ഒരു കവിതയോ ഒരു ലേഖനോ ഒരു സംഗതി നമ്മൾ വായിച്ചിട്ട് എത്ര നാളായി? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നമ്മള്. അപ്പൊ പഠിക്കുന്ന പുസ്തകത്തിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? അക്കാഡമിക്കലല്ലാത്ത പുസ്തകങ്ങൾ നമ്മൾ വായിക്കും. അത് നമുക്ക് ഒരുപാട് അറിവുകൾ പ്രദാനം ചെയ്യും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയാൻ പാടില്ല, എന്നാലും ഞാൻ പറയുന്നു. നമ്മളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ജോലിക്ക് പോവുകയാണ്. അപ്പൊ യു വാണ്ട് ടു ബിക്കം എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആവണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. നിങ്ങൾ അതിന് പേര് ഓക്കെ ശുഷ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എന്തെങ്കിലും വായിച്ചാൽ മതി. ഓക്കെ ശുഷ, ഓക്കെ. അപ്പോ ജോലിക്ക് നിങ്ങൾ പോവുകയാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടാവും അല്ലെ? ആ ഇന്റർവ്യൂ അതെ, ഇവിടുത്തെ രാധിക ശബ്ദം കേൾക്കുന്നില്ല തൽക്കാലത്തേക്ക്, ഇന്നത്തേക്ക് ഒരു അങ്ങനെ. കാരണം പവർ സപ്ലൈ പോയിരിക്കുകയാണ്. ഇപ്പൊ ആ UPSC എന്നുള്ള കറണ്ടാണ് വരുന്നത്, അതുകൊണ്ടാണ് ലൈറ്റ് ഇടാൻ പറ്റുന്നത്. ഓക്കെ, യു ആർ ഹിയറിംഗ് മൈ സൗണ്ട്? കേൾക്കുന്നില്ലേ? ശബ്ദം കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ, കുറച്ച് നേരം ചിലപ്പോൾ കുറച്ച് റെഡി ആയിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഈ ശബ്ദം കേൾക്കുന്ന കേസ് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറയാം. ശബ്ദത്തെ കുറിച്ച് പറഞ്ഞാൽ വരണ്ട. ഒരിക്കലും ഒരു കെട്ടിടത്തിന് തീ പിടിച്ചേക്കാണ്. തീ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ആ തീ പിടിച്ചു കഴിഞ്ഞിട്ട് അത് കെട്ടിടം മുഴുവനും ഇങ്ങനെ പുകയിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴാണ് പുറത്ത് എവിടെയോ കെട്ടിടത്തിലുള്ളവരൊക്കെ രക്ഷപ്പെട്ടു പോയി. അത് കഴിഞ്ഞതിന് ശേഷമാണ് കെട്ടിടത്തിൽ ഉള്ള ഒരാള്, അയാൾ പുറത്തു പോയിരിക്കുന്നത്, അയാൾ മനസ്സിലായി അയാളുടെ കുട്ടി ഈ കെട്ടിടത്തിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അയാൾ താഴെ നിന്ന് മുകളിലേക്ക് നോക്കി കുട്ടിയുടെ പേര് വിളിച്ചു പറഞ്ഞു, മോനെ എന്ന് പറഞ്ഞു. മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ഭയങ്കരമായിട്ടുള്ള പുകയും തീയും ആയതുകൊണ്ട് കയറാൻ പറ്റുന്നില്ല. അപ്പൊ കയറാൻ പറ്റാണ്ട് ഇപ്പൊ മോനെ വിളിച്ചപ്പോ പുകയുടെ എവിടെയോ മുകളിൽ നിന്നുകൊണ്ട് മകൻ വിളി കേട്ടു. ഓക്കെ, ഞാൻ ഇവിടെയുണ്ട് പപ്പ എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാ താഴേക്ക് വന്നു. അപ്പൊ താഴേക്ക് വരാനുള്ള വഴി കാണുന്നില്ല. അപ്പൊ എങ്ങനെ വരും? അപ്പൊ പപ്പ വേദന മകനോട് പറയുകയാണ്, യെസ് ഞാൻ താഴെ നിൽക്കുന്നുണ്ട്, എന്റെ ശബ്ദം നിനക്ക് കേൾക്കാമോ? മോൻ പറയും ശബ്ദം കേൾക്കാം. അതാ നീ ഒരു കാര്യം ചെയ്തോ, ആ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് ചാടിക്കോ, ഞാൻ നിന്നെ പിടിച്ചോളാം എന്ന് പറയും. ചോദ്യം കഥ അവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇതുപോലെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണെങ്കിൽ നിങ്ങളോട് താഴെ ഇത് വിളിച്ച് പറയണം, ഈ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് ചാടിക്കോ എന്ന് പറയുന്നത് നിങ്ങൾ ചാടുമോ? പണ്ട് നിങ്ങൾ ചെറിയ കുട്ടി നോ അല്ലേ? യെസ്, ഇല്ല. പണ്ട് നിങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് ആ മതിലിന്റെയോ അല്ലെങ്കിൽ കസേരയുടെ മുകളിലേക്ക് ചാടിക്കോ എന്ന് പറയുമ്പോൾ ഒരു മടിയും കൂടാതെ പിടിക്കൂലേ എന്ന് ഒരു ഉറപ്പും ഇല്ലാതെ നമ്മൾ ചാടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചിന്തിക്കുകയാണ്. യെസ്, ആ ചിന്തയാണ് ഭാവിയിലേക്കുള്ള ചിന്ത എന്ന് പറയുന്നത്. ഓക്കെ, ആ ചിന്തയിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്കൊരു ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു സംഗതി. ആ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ജോലി നല്ലോ വേണ്ടിയോ എന്നുള്ള കാര്യം ഡയറക്ടർ കൂടെ തീരുമാനിക്കുന്നത് അല്ലെ? അപ്പൊ ആ ഇന്റർവ്യൂ നമുക്ക് പാസ്സാവണോ എന്നുള്ളത്
ഒരു മസ്റ്റാണ്. അപ്പൊ രാധിക പ്ലീസ് കം ഓൺ. അല്ല അൺമ്യൂട്ട് ചെയ്യ് എന്നിട്ട് വാ. യെസ് രാധിക. യെസ് ധൈര്യമുള്ള ഒരാളെന്ന് വന്നേ. എ കറേജിയസ് പേഴ്സൺ. ഹരികൃഷ്ണൻ. യെസ് എവിടെ പഴയ ധൈര്യമൊന്നും കാണുന്നില്ല എല്ലാവർക്കും. ഐശ്വര്യ. Okay. Very good. How are you, Aishwarya? Fine, sir. Okay. ഇപ്പൊ ഐശ്വര്യയാണ് ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് വിചാരിക്കുക. സപ്പോസ് ഐശ്വര്യ വളരെ നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ട് ഡ്രസ് ഒക്കെ ചെയ്തു, കയ്യിൽ കുറച്ച് ഒരു ഫയൽ പിടിച്ചു, ആ ഫയലിന്റെ ഉള്ളില് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി കാലത്തിന് അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ജോലി കിട്ടണേ, റാങ്ക് ലിസ്റ്റിൽ പെടണേ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തെത്തി. ആ റൂമിലേക്ക് ഐശ്വര്യ കയറാൻ പോവുകയാണ്. വാതിക്കലൊന്ന് മുട്ടി കഴിഞ്ഞ ഭാഗത്തുനിന്ന് നിങ്ങളൊക്കെ മനസ്സിൽ കാണുക കമ്മിങ് എന്ന് പറഞ്ഞു. ഐശ്വര്യ പയ്യെ നടന്ന് ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിലെത്തി. അവിടെ നിന്ന് കഴിഞ്ഞ ശേഷം അവർ പറഞ്ഞു പ്ലീസ് ടേക്ക് യുവർ സീറ്റ് എന്ന് പറഞ്ഞു. ഐശ്വര്യ ഒച്ചയൊന്നും ഉണ്ടാക്കാണ്ട് വളരെ ഭവ്യതയോടുകൂടി കസേരയിലിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കയ്യിലിരിക്കുന്ന ഫയലുകൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഇന്റർവ്യൂ മെമ്പറിന്റെ പക്കലേക്ക് കൊടുത്തു. അദ്ദേഹം ഫയലൊക്കെ തുറന്നിട്ട് അതൊക്കെ ചിരിച്ചുകൊണ്ട് പുള്ളി ഇതൊക്കെ നോക്കി എന്നിട്ട് പറഞ്ഞു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു, യുവർ നെയിം ഈസ് ഐശ്വര്യ. ഐശ്വര്യ യെസ് സാർ എന്ന് പറയേ, എന്നോടല്ല പറയണത്, ഇന്റർവ്യൂ ബോർഡിനോട് പറയണത് കേട്ടോ. യുവർ നെയിം ഈസ് ഐശ്വര്യ. യെസ് സാർ. ഓക്കെ ഐശ്വര്യ, പ്ലീസ് ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ്. ഐശ്വര്യയെ കുറിച്ചൊന്ന് പറയാൻ പറയാം. ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ്. Okay. Aishwarya, good morning all. I am Aishwarya. Yes. I come from Ernakulam, Yes. Cheramallur. Yes. I completed my BCom degree. Yes. Joined hostel course. Yes. I'm already working in Suzuki two-wheeler. Yes. Service center. Yes. As a billing staff. Aishwarya പറഞ്ഞോ, correct ആണ് പറഞ്ഞോ. Currently, I am not working. I am studying. Yes. I have a small family. 1 minute. ശരിയാണ്. അപ്പൊ പ്രിയപ്പെട്ട കുട്ടികളെ, ടെക്നിക്കലായിട്ടുള്ള പ്രോബ്ലം കാരണമാണ് ക്ലാസ് നമുക്ക് പിന്നെടുക്കാവുന്നത് കേട്ടോ. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ക്ലാസ് സ്റ്റോപ്പ് ചെയ്തതാണ്. ഓക്കെ.